ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇപ്രാവശ്യം ഞാൻ മാത്രമേ ഉള്ളൂ വവാസ്ക ഷോപ്പിൽ പോയിട്ടുള്ളത്. പിന്നെ ഞാനിങ്ങനെ ബാംഗ്ലൂർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പെതിക്ക് വെച്ചിട്ട് അവിടെ സ്റ്റക്കാക്കി വെച്ചിട്ടല്ലേ ഉള്ളത്. ഐ മീൻ പിന്നെ അടുത്ത വീഡിയോയിൽ എത്ര മാസമായി അല്ലെങ്കിൽ പിന്നെ സ്കാനിങ്ങിനെ കുറിച്ചിട്ട് ഒക്കെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഇടാം. പിന്നെ ഞാൻ ഇത്ര നേരത്തെ ഒന്നും വീഡിയോ ഇടണമെന്നോ അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കണമെന്നോ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട്, അതായത് ലാസ്റ്റ് തൊട്ട് എന്നാലും പോലും എനിക്ക് പേടിയാണ് ഇങ്ങനെ. പക്ഷെ എന്നാലും പ്രഗ്നൻസി ഒന്നും ഒരിക്കലും ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. അതെല്ലാവരും ഒരാൾ പറഞ്ഞ ഒരാളല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ഒരിക്കലും ഹൈഡ് ചെയ്തൊന്നും വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പറഞ്ഞിട്ട് അറിയുന്നതല്ലേ ബെറ്റർ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടത്. പിന്നെ രണ്ട് ആൾക്കാർ ചോദിക്കുകയും ചെയ്തു, ഇപ്പോൾ വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സ്കാനിങ്ങിന് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാം. കൂടുതൽ വിളിച്ച് നീട്ടണ്ടെന്ന് തോന്നി. ഞാൻ എത്ര നീട്ടണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ അങ്ങ് എത്തിപ്പോവും. അത് വേറെ കാര്യം. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഞാൻ അറിഞ്ഞതിന് ശേഷം ഫസ്റ്റ് കാണിച്ചത് ഗവൺമെൻറ്റിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഗവൺമെൻറ്റിലാണ്. അതായത് പിന്നെ അവിടെ നിന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ വന്ന് ഫവാസ്കാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഫവാസ്കാരുടെ കൂടെ ഉള്ളപ്പം നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഞാൻ ട്രെയിനിൽ നാട്ടിലേക്ക് പോയി. പിന്നെ അന്ന് നാട്ടിൽ പോയിട്ട് ഒരാഴ്ചയോളം കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് നോമ്പുമായിരുന്നു. പിന്നെ കൂട്ടിക്കൊണ്ടാകുന്ന ആരും ഇല്ല കാണിക്കണമെങ്കിൽ. ഫവാസ്കാക്ക് ആ സമയത്ത് പിന്നെ ബാംഗ്ലൂർ വന്നപാടാ, ജോബിന് കയറിയപാടാ. അപ്പോൾ ആ സമയത്ത് തന്നെ കിയാന്ന് വെച്ചാൽ കുറച്ചൊരു ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോവാ. വണ്ടിയുണ്ട്, സ്കൂട്ടി ഉണ്ട്, പക്ഷേ എന്നാലും ഒരു ടെൻഷൻ. എൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ട് ഞാൻ ഒറ്റക്കാണ് സ്കാനിങ്ങിന് പോകുന്നത്. അങ്ങനെ ഉമ്മാനെയും കൂട്ടിയിട്ട് കാണിക്കാൻ പോയെ ആ ചെറിയൊരു ക്ലിപ്പിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലിപ്പിങ്ങൾ കാണും. അങ്ങനെ നമ്മുടെ ഫസ്റ്റൊക്കെ സ്കാനിങ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല, അത്രയല്ലേ ആയിട്ടുള്ളൂ. സ്കാനിങ് ചെയ്യാണ്ട് തിരിച്ച് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഇത്രയും ദിവസം പോകാണ്ട് വന്ന് ഇങ്ങനെ ടെൻഷനാവാം. അപ്പോൾ ഓരോ ദിവസം ചെയ്യുന്നതിന് ഭയങ്കര ടെൻഷനാവാം. പിന്നെ എന്താവും അറിയില്ലല്ലോ. സ്കാൻ ചെയ്യാണ്ട് ഇരുന്നിട്ട് കാണിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നും ആവണ്ടാന്ന് വെച്ചിട്ട് കാണിക്കാൻ പറഞ്ഞു. ഒന്ന് പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ മിക്കവാറും ഇനി അവിടെ പോയാൽ പിന്നെ ഉമ്മ പറഞ്ഞ പോലെ ആവുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ അയ്യോ എല്ലാ കമലെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇട്ട് നേരത്തെ വരെ ഇട്ടിട്ടില്ല. പിന്നെ അങ്ങനെയായി കുറേ സമയം. നല്ല ടെൻഷനുണ്ട്. ഇത് തൽക്കാലം എന്താ പറയുക, ഗവൺമെൻറ്റിലാണ് ഞാൻ പോകുന്നത്. കാരണം അത് സ്കാൻ ചെയ്യുമൊന്നുമില്ല, അറിയില്ല. സ്കാൻ ചെയ്യുകയാണെങ്കിൽ പുറത്താൻ തോന്നി കൊടുക്കുക. മേ ബി നമുക്ക് അതിനെക്കുറിച്ച് വലിയ കാരണമില്ല. എന്നാലും ഇന്നലെ ഞാനൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഒരു ബോയ് ആയിരുന്നില്ല, പിന്നെ ഡോക്ടർ ആളുകളായിരുന്നു. അതുകൊണ്ട് പഠിച്ചല്ല. പിന്നെ സ്കാനിങ് പുറത്ത് കൊടുക്കുക ചെയ്യാം. എന്നാലും പിന്നെ നമുക്കൊരു കംഫർട്ട് ലേഡി ഡോക്ടറല്ലേ. പിന്നെ അവിടെ ഞാൻ ഓരോ ദിവസം രാത്രിക്ക് നോക്കും. ഗവൺമെൻറ് രാത്രിക്ക് വരുമല്ലോ. പിന്നെ ആരാണ് ഇന്നത്തെ ഡോക്ടർ എന്നുള്ളത്. ഞാൻ അവിടെ പോയില്ലാന്നൊന്നും പറയാമെന്നോ. അതാണെങ്കിൽ ഇത്രയും ദിവസം ഞാൻ രാവിലെ എണീച്ചു മര്യാദയ്ക്ക് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് എന്നാൽ ഞാൻ ഉറക്കൊന്നും വീട്ടില്ല. ഇനി ഉറങ്ങിപ്പോയി. ഇന്ന് 8:30 കണ്ടാ എണീച്ച. അലാറൊന്നും വെച്ചിട്ടുണ്ടായില്ല, കാരണം രാവിലെ എപ്പോൾ എണീക്കുന്നില്ലേ. അതുകൊണ്ട് ഇന്നും എണീക്കും തന്നെ വിചാരിച്ച്. പക്ഷെ ഇന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഓക്കെ, നമുക്ക് പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. എന്തായാലും പോയിട്ട് നോക്കാല്ലേ. ചേട്ടാ ഓക്കെ. ആ സമയമായി 9:30. ശരി. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ ഫവാസ്കാനൊട്ടിക്ക് വെയിലായതുകൊണ്ട് ഇവിടെ നിന്ന് ഫോൺ എടുക്കാൻ പോയിട്ട് തെറാപ്പി എന്തൊരു വെയിലെന്നാ പറയണ്ടേ. ചൂടെടുത്തിട്ട് അങ്ങാട് മാറ്റി ഫാനിട്ട് കിടക്കാൻ നോക്കിയതാണ്. നമുക്ക് 1.5 കറണ്ട് കഴിഞ്ഞു. ഇപ്പം വന്നു കഴിഞ്ഞു. ഫവാസ്കാനെ വീട്ടിൽ പറഞ്ഞു റിവ്യൂൽ ചെയ്തു. പിന്നെ പക്ഷേ ഉള്ളിലൊരു ടെൻഷൻ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകാനാണ് പറഞ്ഞത്. 2 ആഴ്ച കഴിഞ്ഞാലേ തിരിയുള്ളൂ, അതെനിക്കറിയാം. പക്ഷേ ഒരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പേടിക്കും
സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഡോക്ടർ. അവിടെ നിന്ന് പിന്നെ സ്കാൻ ചെയ്താൽ എത്തുന്ന സ്കാൻ ചെയ്ത് റിസൾട്ട് കിട്ടി. അല്ലെങ്കിൽ ഇപ്പോൾ അറിയാം, ഞാൻ വിചാരിച്ച പേടികളൊന്നുമില്ല, യൂട്രസിൽ തന്നെയാണ്, അങ്ങനത്തെ പേടികളൊന്നുമില്ല. പിന്നെ ഇപ്പം ഫസ്റ്റ് സ്കാനിങ് ചെയ്യുന്നത് തന്നെ യൂട്രസിലാണോ അതോ എങ്ങനെയാണെന്നറിയാം. പിന്നെ ഇനിയിപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് 2.5 ആഴ്ച കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പോൾ ആ സമയത്ത് മേ ബി ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കും. അതൊക്കെ ഈ വീട്ടിൽ തന്നെ അടിച്ചാക്കും, അല്ല ഏടാക്കും. പിന്നെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കും ഇൻഷാ അല്ലാ. വെയിറ്റിംഗ്. ഇത് കണ്ടോ, അങ്ങനെ ആ സമയത്ത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ LMP ഡേറ്റ് വരുന്നത് 5 ആഴ്ച ആയിന്ന് പറഞ്ഞത്. 5 ആഴ്ചയും കുറച്ച് ദിവസമായിട്ടുണ്ട്. എൻ്റെ കണക്ക് പ്രകാരം ആ സമയത്ത് 6 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു. കാരണം 6 ആഴ്ച ആയിട്ടാകുമ്പോൾ കാണിക്കാവുന്ന രീതിയിലായിരുന്നു ഞാൻ നിന്നത്. പക്ഷെ അത് 5 ആഴ്ച കുറച്ച് ദിവസം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയ ടെൻഷൻ, എന്താളി എന്നൊക്കെ വെച്ചിട്ട്. പിന്നെ ഓരോ കണക്കുണ്ടാവില്ല അതിനൊക്കെ. ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് അതൊന്നും എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് അവർ 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാമ്പോൾ പിന്നെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാനായിരിക്കും ആ സമയത്ത്. ഇത് അവരും സ്കാനിങ്ങിൻ്റെ അവരും പ്രൊവൈഡ് ചെയ്തത് അതങ്ങനെ തന്നെയാണ്, സജസ്റ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. പിന്നെ ആഫ്റ്റർ 2 വീക്സ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ 6 ആഴ്ചക്ക് കുറവായതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണിക്കാൻ വരാൻ. അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി കാണിക്കാൻ പോയി. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് കാണിക്കാൻ പോയി ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് ഞാൻ ബൈക്കിലാണ് വന്നത്, ബൈക്ക് ട്രാവൽ ചെയ്യുന്നത് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ വെയിറ്റ് കൊടുക്കുന്ന രീതിയിൽ, അതായത് ബാക്കോട്ടേക്ക് എടുക്കുമ്പോൾ ഒക്കെ വെയിറ്റ് കൊടുക്കുന്നില്ല, ആ രീതിക്ക് ആവണ്ട പിന്നെ എന്നുള്ള രീതിയിൽ, അതായത് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായപ്പോൾ പ്രശ്നമില്ല, ശ്രദ്ധിക്കുക, നമ്മളെ കെയർ ചെയ്യുക, അത്ര തന്നെ. അത് പിന്നെ എല്ലാവരും നമ്മളെ തന്നെ കെയർ ചെയ്യുക. വേറെ ആര് കെയർ ചെയ്യണമെന്ന് വിചാരിച്ചാലും നമുക്ക് നമ്മളെ കെയർ ചെയ്യുന്നവർ വേറെ ആർക്കും കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ രണ്ടാമത് പോകുമ്പോൾ ഉമ്മ വെയിറ്റിലിരിക്കുമ്പം എനിക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും. ഞാൻ എന്താക്കി, ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. കാരണം വരുന്ന വഴിക്ക് ഫവാസ്ഖാൻ്റെ വീട്ടിൽ കയറാൻ അവിടെ നിൽക്കാമെന്ന് എഴുതി. പിന്നെ ഇത് ആയ ശേഷം അവിടെ നിന്നിട്ടില്ല, കാരണം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. റെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കിടക്കലും കാര്യങ്ങളും. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്കാനിങ്ങിനായപ്പോൾ 7 വീക്കും കുറച്ച് ദിവസമായി എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ ടൈമിന് പിന്നെ ഡോക്ടർ, അതായത് സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ബ്ലീഡിങ് ഉണ്ടോ പെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കൽ തുടങ്ങി. അപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര ടെൻഷൻ. പോരാത്ത ഞാൻ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചിരുന്നു വിചാരിച്ച സ്ഥാനത്ത് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചിട്ടില്ല. പിന്നെ ഫുൾ ടെൻഷൻ, ഡോക്ടറെ അടുത്ത് എത്തുന്നവരെ ടെൻഷൻ. അവർ സ്കാനിങ് റിപ്പോർട്ട് തന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ഹാർട്ട് ബീറ്റ് കാണിച്ചിട്ടുണ്ടായി. പിന്നെ ഇത്ര പറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കണ്ടപ്പം എനിക്കൊരു സമാധാനം, ഹാർട്ട് ബീറ്റ് അവർക്ക് കിട്ടിയോണ്ടായിരിക്കുമല്ലോ അതിൽ പിന്നെ നോട്ട് ചെയ്തത്. അപ്പോൾ എന്നാലും ഡോക്ടറെ കാണുന്നേരം നമുക്കൊരു ടെൻഷൻ തന്നെയല്ലേ. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ യൂട്രസിൽ ബ്ലീഡിങ് ഉണ്ട് എന്നുള്ള, ബ്ലീഡിങ്ങിൻ്റെ അംശമുണ്ട്, ഇത്ര % ഉണ്ട് എന്നും പറഞ്ഞു. പിന്നെ ടെൻഷനായില്ലേ, റെസ്റ്റ് എടുക്കണം, പിന്നെ വെയിറ്റ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇതായി. എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാനാണെങ്കിൽ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ട്രെയിൻ ബുക്കാക്കി നിൽക്കുക ഫവാസ്ഖാൻ്റെ അടുത്ത് വരേണ്ടിയിട്ട്. എന്നിട്ട് പെരുന്നാൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ, പിന്നെ രണ്ടാൾക്ക് ഒന്നിച്ച് നാട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രെയിൻ ബുക്കാക്കിയിട്ടുണ്ട്, ഞാൻ അങ്ങ് പോകാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞേ പിന്നെ ട്രെയിൻ ആയത് കൊണ്ടായിരിക്കാം. അപ്പം പറഞ്ഞു അത് പ്രശ്നമില്ല, പിന്നെ ട്രെയിനല്ലേ എന്നുള്ള രീതിയിൽ. ബസ്സൊക്കെ ആകുമ്പോൾ കുറേ ചുരം കീറി അത് ഭയങ്കര ഒരു ട്രാവൽ കുലുക്കം ഫീൽ ചെയ്യുമല്ലോ. ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അവരെയും കൂടി, കാരണം നമ്മൾ കാണിക്കുന്ന ഡോക്ടറും കൂടി ഒരു സമ്മതം ചോദിച്ചാൽ നമുക്കൊരു ഉറപ്പല്ലേ. അങ്ങനെ ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞല്ലോ, 2 ദിവസം ഫവാസ്ഖാൻ്റെ വീട്ടിൽ നിന്ന്, അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ തലശ്ശേരി പോയി. അവിടെ നിന്ന് ട്രെയിൻ കയറി ഞാൻ ബാംഗ്ലൂർ എത്തി. ആ സമയത്ത് റൂം നോക്കണമായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ ഓടിപ്പിടിച്ച് വരാൻ കാരണം റൂം നോക്കിയൊന്ന് സെറ്റായിട്ടാകുമ്പോൾ പെരുന്നാൾ കഴിഞ്ഞപാട് റൂം കൂടണം എന്നുള്ള കാരണം കൊണ്ട്. പിന്നെ എന്നിട്ട് ഈ ബ്ലഡിൻ്റെ പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ടെൻഷൻ. ഞാൻ ഫവാസ്ഖാനോട് പറഞ്ഞു ഇതൊന്നും പ്രതീക്ഷിക്കരുത്. അവിടെ ഞാൻ ആരോട് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായില്ല, പിന്നെ പ്രതീക്ഷിക്കണ്ട അങ്ങനെ ഇങ്ങനെ. കാരണം നമുക്ക് ഇപ്പം ആണെങ്കിൽ കൂടി നമ്മൾ കൈമേൽ കിട്ടുന്നവരെ, ഇനി കിട്ടിയാൽ കൂടി ഞാൻ പറയാം ആരൊരവസ്ഥ ആയിക്കോട്ടെ, ഇപ്പം ഞാനായിക്കോട്ടെ, പിന്നെ ഏത് മനുഷ്യന്മാരുടെ അവസ്ഥ, ഏത് ജീവനുള്ള വസ്തുക്കളുടെ അവസ്ഥ ആയിക്കോട്ടെ, നമുക്ക് ഒരു പ്രതീക്ഷയും നാളത്തേക്ക് വെക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ ഇന്ന് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം എന്നില്ല നാളെ. എപ്പം വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ മാറി മറിയാം. അപ്പോൾ ഒന്നിനും പ്രതീക്ഷ വെക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒട്ടും എൻ്റെ മനസ്സ് കൈവിട്ടൊരവസ്ഥ, അതായത് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ, ആ സന്തോഷം പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ആ രീതിക്ക് പോലെ.
എന്നിട്ട് അത് ഞാൻ കുറേ ഗൂഗിൾ അടിക്കൽ യൂട്യൂബ് അടിക്കലൊന്നും പറയണ്ട. യൂട്യൂബിൽ ഞാൻ കാണാത്തതായിട്ട് ഒരു വീഡിയോ പോലും ഉണ്ടാവില്ല. പിന്നെ ഇതിനെ കൊണ്ട് എന്താ പറയുക, അതിൻ്റെ പേര് സബ്കോറിയോണിക് എന്നറിയാം. പിന്നെ അത് ഇത്രയെന്നും പറഞ്ഞിട്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എന്തൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് കുറേ പഠിക്കുകയൊക്കെ ചെയ്തിന്. അപ്പോൾ പറഞ്ഞേനു നീ ഗൈനക്കോളജിസ്റ്റ് അങ്ങനെ ആവാൻ പഠിച്ചവാണെങ്കിൽ, കാരണം അത്രയ്ക്ക് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട് മറ്റേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. യൂട്യൂബ് തുറക്കല. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ വന്നല്ലോ. ബാംഗ്ലൂർ വന്നതിന് ശേഷം ബ്ലീഡിങ് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞതുമാണ്. ഞാൻ ട്രാവൽ ചെയ്ത് വരികയും ചെയ്ത്. അപ്പോൾ ഒരു ടെൻഷൻ, എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ആ സമയത്തൊന്നും. പിന്നെ ഉള്ളിൽ ബ്ലീഡിങ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുമാണ്, കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ എന്താക്കി, പിന്നെ ഞാനെന്നല്ല നമ്മളെന്താക്കി, പിന്നെ ഇവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി കാണിച്ച്. അവിടെ കാണിച്ച് പിന്നെ അവിടുത്തെ ഡോക്ടർ നല്ല കമ്പനിയാണ്. എനിക്ക് ഭാഷ അറിയില്ല, അവർ കന്നഡ മാത്രമേ സംസാരിക്കുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് തമിഴ് സംസാരിക്കും. പക്ഷേ ഞാൻ ഫവാസ്ക്കുള്ള സമയത്ത് ഫവാസ്കാണ്ട് കന്നഡ മാത്രം സംസാരിക്കും. അപ്പം ഞാൻ എന്താക്കും, ഡോക്ടർ നോക്കും, അവരിങ്ങനെ സംസാരിക്കും, ഇവരെങ്ങനെ മറുപടി കൊടുക്കും. ഞാൻ ഇങ്ങനെ നോക്കിയെടുത്തുണ്ടാവും, അനക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ കേട്ടിട്ട് ലാസ്റ്റോട്ടൊക്കെ തിരിയുന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അറിയാണ്ടെന്തെങ്കിലും ഫവാസ്ക്ക് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. എന്തൊക്കെ എന്നെക്കുറിച്ച് കുറ്റമൊക്കെ പറയും. എപ്പോൾ യൂട്യൂബിൽ നോക്കും ഗൂഗിളിൽ നോക്കേണ്ടി ടെൻഷൻ അടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ പറഞ്ഞതുകൊണ്ട്, പിന്നെ ബ്ലീഡിങ് ഉണ്ട് എന്നല്ല, ആ ബ്ലഡിൻ്റെ പറഞ്ഞതുകൊണ്ട് പിന്നെ അവർ വന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് സ്കാൻ ചെയ്ത് ആ സമയത്ത്. അതായത് എൻ്റെ ആ സ്കാൻ ചെയ്തിട്ട് ഒരാഴ്ച എങ്ങാട്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെയാണ് ഞാൻ പോയത്. അപ്പോൾ അവർ നോക്കിയിട്ട് അവർ വലിയ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ തന്നെ കുറച്ചൊരാശ്വാസം, ഫുൾ ആശ്വാസം അല്ലെങ്കിൽ കുറച്ചൊരാശ്വാസം മനസ്സിലുണ്ടായി. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഫവാസ്ക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കോൺഫിഡൻസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ധൈര്യം ഇല്ലാണ്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണല്ലോ എന്തെങ്കിലും പറ്റുക. ഐ മീൻ പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു മോശമല്ല. അപ്പോൾ ഫുൾ കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. പിന്നെ അല്ലെങ്കിലും കോൺഫിഡൻസ് ഒന്ന് വീഴ്ചടിക്കാൻ ഫവാസ്ക്കിനൊക്കെ ചുറ്റുകളുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 8-9 ആഴ്ചൻ്റെ നടുക്ക് ഇവിടെ കാണിച്ച്, പിന്നെ ബാംഗ്ലൂരിൽ കാണിച്ച്. പിന്നെ അവിടെ കാണിച്ച് അവർ പിന്നെ എനിക്ക് ഡെലിവറി ഡേറ്റ് ചെയ്ത് തന്ന് അത് ഇൻഷാ അല്ലാ പിന്നെ ഇപ്പം ഇങ്ങനെ പറയാം. അപ്പോൾ പിന്നെ അതിങ്ങനെ ഒരു ഡേറ്റ് ചെയ്ത് തന്നിട്ട് അതിന് 5 ദിവസം മുന്നേ ആവാം, 5 ദിവസം ശേഷം ആവാം, 5 ദിവസം മുന്നേ ആവാം, ആ രീതിക്കാണ് എഴുതി തന്നത്. അത് കഴിഞ്ഞ് പിന്നെ പ്ലാസിൻ്റെ പോസ്റ്റീരിയർ ആണോ ആൻറ്റീരിയർ ആണോ എന്നുള്ളതും എഴുതി തന്ന്. പിന്നെ ഹാർട്ട് ബീറ്റ് എഴുതി തന്ന്, ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ച് തന്ന്. ഞാനൊക്കെ അതിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റ് ഫവാസ്ക്കൊക്കെ കൂടി കേൾപ്പിച്ച് രണ്ടിടക്കും ഡിലീറ്റ് ആയി പോയ കഥയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക. പിന്നെ അപ്പോൾ അത് കേൾപ്പിച്ച് തന്ന്. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കേൾക്കുക, ആ ഒരു വേറെ തന്നെ ഫീലിംഗാണ്. അത് ഈ പ്രഗ്നൻസിയിൽ ഓരോ നിമിഷം നമ്മളെ ഫസ്റ്റ് ടൈമാണ് ഫീൽ ചെയ്യുന്നത്. അനക്കാണെങ്കിൽ പിന്നെ പണ്ടേ പ്രഗ്നൻസി ജേണി എൻജോയ് ചെയ്യണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത്. പിന്നെ വിചാരിക്കുന്ന പോലെ ഭയങ്കര കഷ്ടപ്പെടാന്നൊക്കെ, അതെങ്ങനെയാന്നൊക്കെ ഞാൻ പറയാം. പിന്നെ അപ്പോൾ ബ്ലഡിൻ്റെ ഒക്കെ ആദ്യത്തെ ഘട്ടത്തിൽ കുറവാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ കുറച്ച് ആശ്വാസമായി. പിന്നെ അവർ മറ്റേ NT സ്കാൻ, അതായത് 3-ാം മാസത്തെ സ്കാനിങ്ങിന് എഴുതി തന്നു. പിന്നെ ആ സ്കാനിങ് വന്നാൽ മതി, ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ എഴുതി തന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ കുട്ടിൻ്റെ ഇത്, അതായത് സ്കാനിങ്ങിൻ്റെ അത് മറ്റേതിനുണ്ടായിരുന്നേ, അതായത് ഗവൺമെൻറ്റിൽ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്നതാ ഇവിടെ. അത് ചെറുതായിരുന്നു, അതിൽ ഒന്നും കാണുന്നില്ല. അതായത് ഇതാ ഡാർക്ക് ഒരു സ്പോട്ട് മാത്രം. ഇതിൽ ആ ഡാർക്കിൻ്റെ ഉള്ളിൽ കണ്ട. പിന്നെ ഇങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ എന്നിട്ട് ഞാൻ പിന്നെ ബാംഗ്ലൂർ കാണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫവാസ്ക്കാട് ടിൻസ് ആണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കാരണം പണ്ടേ എനിക്ക് ടിൻസിനോട് ഭയങ്കര താല്പര്യം. അപ്പോൾ ഫവാസ്ക്കാർക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്. ടിൻസ് അല്ല, അത് വേറെ കാര്യം. പിന്നെ ആ സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ നടുക്കൊരു നാട്ടിപ്പോക്കും വരുത്തും കഴിഞ്ഞിട്ടുണ്ടായി. അതെന്ന് വെച്ചാൽ പിന്നെ റൂമെല്ലാം സെറ്റായി, റൂമിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വേറെന്തോ കാരണം ഉണ്ടായിരുന്നില്ല നാട്ടിൽ, എന്തിനാണെന്ന് ഓർമ്മയില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് ട്രെയിൻ ബുക്കാക്കിയിട്ടുണ്ടെങ്കിൽ തൽക്കാലമായിട്ട് കിട്ടിയിട്ടില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് ക്യാൻസലായിപ്പോയി. അപ്പം ബസ്സിന് വരേണ്ടി വന്നു. ഞാൻ സ്ലീപ്പറിൽ ബസ്സിന് വന്നു. പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ കയറി ഇവിടെ ഉറങ്ങി. രാവിലെ ബസ് അവിടെ എത്തിയപ്പോൾ ഞാൻ എണീക്കുന്നത്. ഒന്നൊരു കുലുക്കോ ഫീലിങ്ങോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല.
പക്ഷേ രാവിലെ ഇവിടെ ബാംഗ്ലൂർ എത്തിയതിന് ശേഷം ഭയങ്കര കാലുവേദന ഒക്കെ തുടങ്ങിയ ശേഷം ഭയങ്കര ടെൻഷനായി തുടങ്ങി. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ കാണിച്ചപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഡോക്ടർ അടുത്തുള്ള പിന്നെ സ്കാനിങ് മെഷീനെ കൊണ്ട് സ്കാൻ ചെയ്തിട്ട് എന്താ ഹാർട്ട് ബീറ്റ് ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ട്രാവൽ അതായത് അങ്ങനെ ബസ്സിന് കുറച്ചാൽ മതി, ഈ സമയത്ത് കാലുവിനൊക്കെ നോർമലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാക്കി, വലിയ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ, സമാധാനമായി വന്ന്. പിന്നെ എൻ ടി സ്കാനിങ്ങിന് പോയ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് കൊടുക്കാം. സന്തോഷം നോക്കണം. ഡോക്ടറോട് തമിഴ് സംസാരിച്ചിട്ട് തമിഴ് വരുന്നു കുട്ടിക്കേറിയിട്ട് പിന്നെ ഡോക്ടറോട് ചോദിച്ചു തമിഴ് കേട്ടോ നല്ല ഒറ്റ മാസത്തിൽ കേൾക്കില്ല. അവിടെ കാണാൻ പറ്റില്ല, പക്ഷെ ഹാർട്ട് ബീറ്റ് കേൾക്കാനായിട്ടില്ല, പക്ഷെ കാണാൻ പറ്റും. ഞാൻ വലിയ വർക്ക് ചെയ്യും. അങ്ങനെ എൻ ടി സ്കാനിങ്ങിന് പോയപ്പോൾ പിന്നെ അവർ വേറൊരു സ്കാനിങ് കൂടെ, എൻ ടി സ്കാനിങ് കഴിഞ്ഞ ശേഷം മറ്റേ ഡബിൾ മാർക്ക് ടെസ്റ്റ് എന്നങ്ങനെ പറഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ ടി സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ച് എനിക്ക് ഫവാസ്കാക്കും കൂടി കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. തമിഴിലാണ് ഞാൻ ചോദിക്കുന്നത്, കാരണം അവർക്കറിയാം എനിക്ക് ഭാഷ അറിയില്ല. അപ്പോൾ തമിഴില്ലാന്ന് എങ്ങനെയൊക്കെ ഒപ്പിച്ച്. അപ്പോൾ അവർ ഇല്ല എന്നുള്ള എന്തോ വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ, അതുകൊണ്ട് കാണാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ലാസ്റ്റ് കോൾ ചെയ്യാൻ തോന്നുന്നു പറഞ്ഞത്, അവരെ എനിക്ക് മനസ്സിലായില്ല, അങ്ങനെയാന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ പിന്നെ അവരെ എൻ ടി സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ചെക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞ്, എൻ ടി സ്കാനിങ് ചെയ്യുന്നത് നമ്മളെ ഈ ഫ്ലൂയിഡിൻ്റെ അളവ് നോക്കാനും കാര്യങ്ങൾക്കെ എല്ലാം തന്നെ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്ത് റിസേലാൻ്റെ ഇങ്ങനെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ വിളിച്ച് ഫവാസ്ക വന്ന്, ഫവാസ്ക വരുമ്പോൾ ഫവാസ്കാൻ്റെ മുഖത്തൊക്കെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഭയങ്കര മുഖമൊക്കെ ഇങ്ങനെ തുടുത്തിട്ട് ഇങ്ങനെ വരിക, കാരണം കാണുമല്ലോ എന്നുള്ള, കാണുന്നതിന് മുന്നേ ആ ഒരു അവസ്ഥ, കണ്ടതിന് ശേഷമുള്ള അവസ്ഥ അറിയിച്ച് വെക്കാം. ആ സമയത്ത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ, എൻ്റെ ഫവാസ്ക വന്നതിന് ശേഷം ഞാൻ കാണാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെ ചേരിച്ച് വെച്ചിട്ട് ഇങ്ങനെ കടന്നിട്ടുള്ളത് ഇങ്ങനെ കാണാം. ഫവാസ്ക ഇങ്ങനെ കാണാം, കാല്, കൈ, മുഖം എന്നൊക്കെ പറഞ്ഞ്, ഫേസ്, ബോഡി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഫവാസ്ക ഞാൻ ഇങ്ങനെ കടന്നിട്ടില്ല, ആ കാലിൻ്റെ അടുത്ത ഫവാസ്ക വന്നിട്ടില്ല, അവിടെ കാല് പിടിച്ചിങ്ങനെ അമർത്തുക. ആ സന്തോഷം കൊണ്ട് എൻ്റെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് ഇതാന്ന് പറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചത് ടിക് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുത്തുണ്ട്, ഓൾറെഡി റെക്കോർഡുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇടിപ്പ് ഫവാസ്ക, അതായത് നേരിട്ടെന്ന് പറയുന്നത് അങ്ങനെ കേൾക്കുകയല്ലേ, ആദ്യത്തിൽ അങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഫവാസ്കൊക്കെ ഫുള്ള് സന്തോഷം. സത്യം പറഞ്ഞാൽ എനിക്ക് അത് കണ്ടതിനേക്കാൾ കേട്ടതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം ഫവാസ്കൊക്കെ അത് ആ സമയത്ത് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലോ എന്നുള്ളതാണ്. കാരണം എല്ലായിടത്തൊന്നും പറ്റണമെന്നില്ല. ആ ഡോക്ടർ അത്രയും ഞാൻ ഒരു ആഗ്രഹം പോലെ പറഞ്ഞതുകൊണ്ട് കേട്ടാ. പിന്നെ പോരാത്തിന് അവിടെ 3-ാം മാസത്തിൽ അങ്ങനെ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കും തോന്നുന്നു, എനിക്കറിയില്ല, ഇനി എനിക്ക് മാത്രമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് കേട്ട് രണ്ടാളും കേട്ട് പിന്നെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടർ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അന്ന് പിന്നെ പ്രിൻ്റർ മെഷീൻ ഇതില്ല, പിന്നെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എഴുതിത്തരാ ചെയ്തത് ഹാർട്ട് ബീറ്റ്, പിന്നെ എൻ ടീൻ്റെ എന്തോ അവരെന്തൊക്കെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം പോയ സമയത്ത് പിന്നെ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നു. അന്നത്തെ ദിവസം റിപ്പോർട്ട് തന്നിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ അൽഹംദുലില്ലാ പിന്നെ 4-ാം മാസത്തെ സ്കാനിങ് ജസ്റ്റ് ചെക്കപ്പാണ്, സ്കാനിങ് ഒന്നും ഉണ്ടാവില്ല, ചെക്കപ്പാണ്, വന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് 4-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായി, ഞാൻ ഫവാസ്ക. അപ്പോൾ അവിടുന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ ഒക്കെ ഒരു ഡോക്ടറെ കാണുന്നുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ കാണിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഞാനാണെങ്കിൽ ഈ സ്കാനിങ് റിപ്പോർട്ട് എല്ലാം എടുക്കാൻ പറഞ്ഞു. ഫവാസ്ക എപ്പോൾ പറയും എടുക്കണം എല്ലാം. ഇപ്പോൾ എവിടെ പോകുമ്പോൾ ഈ അതായത് നമ്മൾ ദൂരെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എല്ലാ മെഡിക്കൽ റിപ്പോർട്ടും നമ്മളെ കൈമിൽ ഉണ്ടായിരിക്കണം. മറന്നുപോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ കാണിച്ചു കൊടുത്ത് അവർക്ക് ഫോണിൽ എടുത്ത എൻ ടി സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഫോണിൽ എൻ ടി സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വീഡിയോൻ്റെ ഇതുണ്ടേന്, അത് ജസ്റ്റ് കാണിച്ചു കൊടുത്ത്, ഡബിൾ മാർക്കിൻ്റെ കാണിച്ചു കൊടുത്ത്, അതൊക്കെ കണ്ടിട്ട് അവരൊരു കടലാസിൽ എഴുതി തന്നിട്ട് അവർ ചെക്കപ്പാണല്ലോ 4-ാം മാസത്തിൽ ചെയ്യുക. 4-ാം മാസത്തിൽ അങ്ങനെ വലിയ സ്കാനിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ല. ഹാർട്ട് ബീറ്റ് ഇങ്ങനെ പിന്നെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കേൾക്കുന്നില്ല. പിന്നെ ഡോക്ടർക്ക് അറിയാം ഞാൻ ബാംഗ്ലൂരേക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു, അന്നേ ദിവസം തന്നെ ബാംഗ്ലൂരേക്ക് വരുന്നായിരുന്നു. ഗ്രോത്തൊക്കെ ഓക്കെയാണ്, പിന്നെ പക്ഷേ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ല. ഞാൻ പിന്നെ ലേബർ റൂം
അവിടത്തേക്ക് പോവാം, നമുക്ക് സ്കാനിങ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ എന്തായാലും ഇന്ന് ഇവിടെ പോകുന്നില്ലേ, ബാംഗ്ലൂർ പോകുന്നതല്ലേ, അപ്പം നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ട, സ്കാൻ ചെയ്യാൻ മതി. അപ്പോൾ സമാധാനമായി. അപ്പോൾ അന്നേരം എന്താക്കി സ്കാൻ ചെയ്യാൻ പോയി. അവിടുന്ന് പിന്നെ അവരിങ്ങനെ സ്കാൻ ചെയ്ത് പിന്നെ എന്നിട്ട് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ച് തരല്ലേ, കാണിച്ചു തരാം ചെയ്ത്, ഹാർട്ട് ഇങ്ങനെ തുടിക്കുന്നത് ഇങ്ങനെ കാണിച്ചു തരില്ലേ. ആ സമയത്ത് അൽഹംദുലില്ലാ മാഷാ അല്ലാ എന്താ പറയുക, ശരിയായ കുട്ടീനെ കാണുന്നൊരു ഫീൽ, ഇത്ര നാൾ കണ്ട ഒരു ഫീലേ അല്ല. ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. ആ 4-ാം മാസത്തെ സ്കാനിങ്ങിൽ ഒരു കുട്ടീനെ കാണുന്ന അതേ ഫീല്, ഇങ്ങനെ മലർന്ന് കടന്ന ഇങ്ങനെ ഇരിക്കുക, മലർന്ന് കടന്നിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് വെറുതെ അല്ല ഹാർട്ട് ബീറ്റ് കേൾക്കാനേ നല്ല. പിന്നെ അപ്പോൾ മനസ്സിലൊരു ഇത്, പക്ഷെ ആ ഫേസ് എന്നല്ല, ആ ഒരു ഷേപ്പ്, ആ ഒരു കടത്തത്തിൻ്റെ ഷേപ്പും ആ ഒരു ഇതും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോൾ ഉണ്ട്, അതായത് കുറച്ചായിട്ടുള്ളൂ, എന്നാൽ കൂടെ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത സ്കാനിങ് വരെ എൻ്റെ ഈ മനസ്സിൽ അതിങ്ങനെ കിടക്കും ആ ഒരു ഇത്. ഞാൻ ഫോനോട് പറഞ്ഞാൽ എനിക്കതൊന്ന് കാണേണ്ടത് തന്നെയാടാ, എന്ത് രസമാണ്, ഒരു കടത്തത്തിൻ്റെ ഒരു രസം നോക്കണം എന്നിട്ട് ഇങ്ങനെ മലർന്ന് കിടന്നൊരു ഫീലിടാ. അത് കഴിഞ്ഞ് അങ്ങനെ ആ സ്കാനിങ്ങിൻ്റെ ഇത് അവിടെ തീർന്നു. എൻ്റെ സ്കാനിങ്ങിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെയും വലിച്ചു നീട്ടുന്നതിന് മുന്നേ ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം ഇവിടുത്തെ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ടുണ്ടായേ. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടെ കാണിച്ച റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഉണ്ട്. പിന്നെ അതിൻ്റെ വെയിറ്റ് നോക്കി, വെയിറ്റ് ഞാൻ വീട്ടിൽ നോക്കുന്ന വെയിറ്റ് അല്ല അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട്, ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ കുറവ്, ഇവിടെ നോക്കുമ്പോൾ കൂടുതൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി ഹോസ്പിറ്റലിൽ മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് കാണിച്ചിട്ട് പിന്നെ ഡോക്ടറോട് പിന്നെ ഇങ്ങനെ കാണിച്ചതൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചു. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മളൊരു ഓൾറെഡി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അടുത്ത മാസം സ്കാനിങ് ഇവിടെ എത്ര തീയതിക്ക് നമ്മൾ പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവർ എഴുതി തന്ന് അങ്ങനെ റൂമിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഇങ്ങനെ നമ്മളെ പ്രഗ്നൻസി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അത്രയും കൂളായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഇൻഷാ അല്ലാഹ് എന്നാലും എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നെ അറിയുന്നവരൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ കാരണം സന്തോഷിക്കാനും പേടി, എന്നെ സങ്കടപ്പെട്ടിരിക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥ ഉണ്ടാവുമല്ലോ, ആ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമൊന്നും ആരും അറിയിക്കണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ. പക്ഷെ അത് എത്ര ഹൈഡ് ചെയ്താലും ഹൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെയാണല്ലോ. പിന്നെ ഇനി ഞാൻ 5th മന്തിലെ സ്കാനിങ് ഇനി വരാൻ പോകുന്നു. അത് ഇൻഷാ അല്ലാഹ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുക. കാരണം അതൊരു മെമ്മറിയാണ്. എന്തും ഞാനിപ്പോൾ ഇടുന്ന വീഡിയോസ് ആയിക്കോട്ടെ എല്ലാം ഒരു മെമ്മറിയാണ്. നമുക്കത് എത്ര കണ്ടാലും കേട്ടാലും ഫസ്റ്റത്തെ ഒരു പ്രഗ്നൻസിയിൽ എപ്പോൾ നമ്മളൊരു ഓർമ്മിച്ചിരിക്കാൻ, ഫസ്റ്റത്തെ എന്നല്ല എത്രാമത്തെ പ്രഗ്നൻസി ആണെങ്കിൽ നമ്മളൊരു ഓർമ്മയിൽ അവിടെ നിൽക്കണമെങ്കിൽ അതൊരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് എനിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ട്, അറിയില്ല. എൻ്റെ ഫോൺ എപ്പം സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് എനിക്കറിയില്ല എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും. ഞാൻ ഇന്ന് തന്നെ കുറേ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ ഇരുന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ഈ വീഡിയോ തന്നെ എടുക്കാനിരുന്നത്. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. പിന്നെ സ്കാനിങ് കാര്യങ്ങൾ എല്ലാം ആയിട്ട് ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം, അടുത്തന്നെ കാണാം. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.